സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നടത്തിപ്പ് ചുമതല നഗരസഭയ്ക്ക് വിട്ടു നൽകിയത് കുടുംബങ്ങൾക്ക് ഏറെ അനുഗ്രഹമെന്ന് വാർഡ് കൗൺസിലർ യു മുനീബ് പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പ്രവർത്തനം തുടങ്ങി ഏറെ നാളായിട്ടും പരിപാലനം സംബന്ധിച്ച വ്യക്തതയില്ലാത്തതിനാൽ ഫ്ളാറ്റ് നിവാസികൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് പരിഹാരമായതെന്ന് വാർഡ് കൗൺസിലർ യു മുനീബ് പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നഗരസഭയ്ക്ക് വിട്ടു നൽകാൻ അപേക്ഷ നൽകിയിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകിയിരുന്നു. എന്നാൽ KP നൌഷാദ് അലി MLA ഇടപെടലിനെ തുടർന്ന് വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ഫ്ളാറ്റ് നിവാസികൾക്ക് ഏറെ ആശ്വാസകരമാണെന്നും മുനീബ് കൂട്ടിച്ചേർത്തു. ഈ പുനർഗേഹം ഫ്ളാറ്റിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം മൂലം ഇവിടുത്തെ ഡ്രെയിൻ വാട്ടറുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതമാണ് ഈ കാലമത്രയും ഈ ഫ്ളാറ്റ് നിവാസികൾ അനുഭവിച്ചു വന്നിരുന്നത്. പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യം പിന്നെ പോകാതെ റൂമുകളിലേക്ക് ഒഴുകി വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ 2021 നിർമ്മിക്കേണ്ട സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് 2024 കരാർ നൽകിയത്. എന്നാൽ അതിന് നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് കൃത്യതയില്ലാത്തതിനാൽ നിരന്തരമായി KSEBക്കാർ ഫ്യൂസ് ഊരുകയും ഇത് നിരന്തരമായി കേടുപാടുകൾ, അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ കാരണം ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. അതിന് പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവിലൂടെ അതിൻ്റെ പരിപാലനം നഗരസഭയ്ക്ക് നൽകിക്കൊണ്ട് UDF ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഇവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ്. നമ്മുടെ MLAയും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട്, വിനീതന ഞാൻ ഉൾപ്പെടെ മുൻകൈ എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഓർഡർ വളരെ വേഗത്തിൽ ലഭിക്കാൻ സാധ്യമായിട്ടുള്ളത്. ആ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്.